ഹലോ എവറി വൺ. യെസ്, സോ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് ഡൗട്ട് ഉണ്ട്. എന്താണ് പാസ് മാർക്ക് എത്രയാണ്, എന്താണ് ഡബിൾ പാസ്, A+ കിട്ടാൻ എത്ര മാർക്കാണ് വേണ്ടത് അല്ലേ? കാരണം ഇപ്പോൾ ആൻസർക്ക് വന്നു തുടങ്ങി, അതേപോലെ തന്നെ റിസൾട്ട് ഇപ്പം വരും, എവാലുവേഷൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് എല്ലായിടത്തും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് എത്ര മാർക്ക് വേണം +1 +2 രണ്ടിലും പാസ്സാവാൻ. അതേപോലെ തന്നെ ഡബിൾ പാസ് എന്നുള്ള സംഭവം എന്താണ്, A+ മാർക്ക് എത്ര വേണം, A+ കിട്ടണമെങ്കിൽ എത്ര മാർക്ക് വേണം. ഓക്കെ, ഇതിനെ പറ്റിയുള്ള ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് തരാൻ പോകുന്നത്. സോ ഇവിടെ പുതിയതായിട്ട് വന്ന എല്ലാവരും എന്ത് ചെയ്യുക, +1 +2 തുല്യതിനെ പറ്റിയുള്ള ന്യൂസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടിയും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, യെസ്. സോ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് നമുക്ക് പോകാൻ നോക്കാനുള്ളത് ഒരു കാര്യമാണ്, +1 പഠിക്കുന്ന കുട്ടികൾക്കുള്ളൊരു കാര്യം. ഓക്കെ, +1 പാസ് ഫെയിൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, +1 പാസ്സാവുകയോ ഫെയിലാവുകയോ അങ്ങനെ സംഭവമില്ല. നിങ്ങളെ മാർക്ക്, നിങ്ങൾ ക്വാളിഫൈ ആണ്, ഡിഗ്രി പഠിക്കാൻ ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ നോക്കാൻ നിങ്ങളുടെ +1 മാർക്ക് എന്തല്ല ഒരു മാനദണ്ഡമല്ല, ഹയർ സെക്കൻഡറി മാർക്ക് എന്നാണ് പറയുക. ഓക്കെ, ഹയർ സെക്കൻഡറി മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ +1 മാർക്കും +2 മാർക്കും ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടോ അതാണ് ഹയർ സെക്കൻഡറി മാർക്ക്. ആ മാർക്ക് പാസ് മാർക്ക് എത്തുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. പാസ് ഓർ ഫെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ +1 എന്തില്ല, പാസ് ഓർ ഫെയിൽ ഇല്ല. +2 ശരിക്കും പറഞ്ഞാൽ പാസ് ഓർ ഫെയിൽ ഇല്ല. രണ്ടും കൂടിയിട്ടാണ് എന്താകുന്നത്, നിങ്ങൾ പാസ് ആണോ ഫെയിൽ ആണോ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് +1 റിസൾട്ടിൽ എന്താ നിങ്ങൾ ഫെയിൽ ആയെന്നൊക്കെ പറയുന്നതിന് ഒരു മീനിങ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ അതെന്താണെന്ന് പറഞ്ഞുതരാം. അതേപോലെ തന്നെ പാസ് മാർക്ക് എന്ന് ജസ്റ്റ് പറയാൻ എന്താ ഒരു സംഭവം ഉണ്ട്, അതും കൂടി എന്താണെന്ന് പറഞ്ഞുതരാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ +1 ശരിക്കും പറയുകയാണെങ്കിൽ ഒഫീഷ്യൽ എന്തില്ല, പാസ് ഫെയിൽ എന്നുള്ള സംഭവം ഇല്ല. ഓക്കെ, പക്ഷേ എന്നാൽ നമുക്കൊരു ഇവാലുവേറ്റ് ചെയ്യാം, നമ്മളെ തന്നെ ഒന്ന് സ്വയം നോക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് പറയാൻ പറ്റും എത്രയാണ് പാസ് മാർക്ക്, അല്ലെങ്കിൽ എത്ര മാർക്കാണ് പാസ്സാകാൻ വേണ്ടത്, എത്ര മാർക്കിന് താഴെയാണ് ഫെയിൽ. നോക്കാമല്ലോ. യെസ്, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഓക്കെ, ഇതാണ് നമ്മുടെ സ്കോർ തന്നത്, പ്രോസ്പെക്ടസ്. നിങ്ങൾ എന്താ തുല്യതയുടെ പ്രോസ്പെക്ട് തന്ന മാർക്കാണിത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാവരും വരെയും ഇത് മാർക്കാണ് വേണ്ടത്, അതായത് 90 മാർക്ക് വരെയാണ് വേണ്ടതെന്നുള്ളതാണ്. പക്ഷേ അങ്ങനല്ല, സ്കോർ ശതമാനത്തിൽ പേഴ്സൻറ്റേജാണ് ഇത്. അല്ലാണ്ട് മാർക്കല്ല, പേഴ്സൻറ്റേജാണ് ഇത്. നിങ്ങളിപ്പോൾ എഴുതിയ എല്ലാ എക്സാമിനും എത്ര മാർക്കായിരിക്കും, ഒന്നെങ്കിൽ 80 മാർക്സൊക്കെ നിങ്ങൾ എക്സാം എഴുതിയത് ആണല്ലോ, അല്ലെങ്കിൽ എത്ര മാർക്കായിരിക്കും 60, ഒരു എക്സാം മാത്രമേ 60 മാർക്സ് ഉള്ളൂ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ ഏത് എക്സാം. ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തുണ്ടാവും, 20 മാർക്ക് CE, ഇതിന് പറയുന്നവരാണ് CE, 20 മാർക്ക് CE. ഓക്കെ ആണല്ലോ, ഇങ്ങനെ കിട്ടും. സോ എത്രയാണ് പാസ് മാർക്ക് വേണ്ടത്. അതേപോലെ തന്നെ ഫസ്റ്റ് നമുക്ക് A+ എത്ര നോക്കാം. A+ പറഞ്ഞിരിക്കുന്നത് 90 മുതൽ 100% വരെ മാർക്ക് ഉണ്ടായാലാണ് A+ കിട്ടുക. ഓക്കെ ആണല്ലോ. A+ൻ്റെ കാര്യത്തിൽ CE മാർക്ക് കൂട്ടിയിട്ടാണ് നോക്കുക. ഓക്കെ, A+ൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ, പാസ് മാർക്ക് നോക്കുമ്പോൾ CE മാർക്ക് നോക്കില്ല, ശ്രദ്ധിക്കണേ. നമുക്ക് നോക്കാം. യെസ്, A+ നോക്കുമ്പം 90% മാർക്കാണ് വേണ്ടതെന്ന് പറഞ്ഞത്. ഒരു മിനിറ്റ്. യെസ്, 90 മുതൽ 100% വരെ മാർക്ക് ഉണ്ടെങ്കിലാണ് എന്ത് A+. അപ്പോൾ എത്രയാണ് 90%? നിങ്ങൾ പരീക്ഷ എഴുതി 80%-ൽ 90% വന്നത് എത്രയാണ്, 72 മാർക്കാണ്. ഓക്കെ ആണല്ലോ, 72 മാർക്കാണ് 80-ൽ A+ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, A+ൽ എന്ത് നോക്കും, CE മാർക്കും ഇൻക്ലൂഡ് ചെയ്യും. അപ്പം 80 + 20 നിങ്ങളെ ഫുൾ മാർക്കായ 100 മാർക്കിൻ്റെ 90% വാങ്ങി നിങ്ങൾക്ക് എത്ര കിട്ടി, A+ കിട്ടി. അതായത് 90 മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടി, A+ ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടി. 90 മാർക്ക്, അതായത് 20 മാർക്ക് CEയും 70 മാർക്ക്, അതായത് നിങ്ങൾ എക്സാം എഴുതിയതിൽ 70 മാർക്ക് നിങ്ങൾ എഴുതിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയായി, A+ ആയി. 20 മാർക്ക് ഫുൾ കിട്ടണേ, എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 70 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എന്തായി, നിങ്ങളുടെ +1 അല്ലെങ്കിൽ +2 A+ ആയി. പക്ഷേ അത് മതിയോ, ഇല്ല അല്ലേ, +2 മാർക്കും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഹയർ സെക്കൻഡറി മാർക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ലാസ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നെക്സ്റ്റ് നിങ്ങൾ എല്ലാവരും കാത്തിക്കുന്നതാണ് പാസ് മാർക്ക്. എത്രയാണ് പാസ് മാർക്ക്? ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ് മാർക്കിൽ നമ്മൾ ഈ 20 മാർക്സ് നോക്കില്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരാം, ശ്രദ്ധിക്കാം. കണ്ടോ, പഠിതാവ് ഉപരിപഠനത്തിന് യോഗ്യത നേടണമെങ്കിൽ ഹയർ സെക്കൻഡറി, ശ്രദ്ധിച്ചോ, ഹയർ സെക്കൻഡറി നമ്മൾ +1 എന്നല്ല പറഞ്ഞത്, രണ്ടും കൂടിയിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ ഓരോ വിഷയത്തിലും CE + TE ഓക്കെ പരിഗണിക്കുമ്പോൾ മിനിമം D+ ഗ്രേഡ്. എത്രയാണ് D+ ഗ്രേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു തന്നിട്ടുണ്ടല്ലേ, 30 മുതൽ 39% മാർക്കല്ല, ശതമാനമാണ് വേണ്ടത്. ഓക്കെ ആണല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, യെസ്, ഇതോടൊപ്പം എന്ത് വേണം, പൊതുപരീക്ഷയ്ക്ക് പ്രത്യേകമായി മിനിമം D+ നേടുകയും വേണം. ഓക്കെ, അതായത് നിങ്ങൾ എഴുതിയ എക്സാമിൽ തന്നെ CE മാർക്ക് കൂട്ടാതെ എത്ര മാർക്ക് വേണം, D+ ഗ്രേഡ് വേണം. അപ്പോൾ അത് എത്ര മാർക്ക് നോക്കിയാലോ. യെസ്, നോക്കാം. നിങ്ങളിപ്പോൾ എക്സാം എഴുതി എത്ര മാർക്കാണ്, 80 മാർക്കാണ്. ഓക്കെ ആണല്ലോ. 80 മാർക്കും 20 മാർക്ക് CE. അതിപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പാസ് മാർക്കിൽ 20 നോക്കില്ല.
80 മാർക്കിൻ്റെ 30 മുതൽ 39%. അപ്പോൾ നമ്മൾ 39 നോക്കണോ വേണ്ട, നിങ്ങൾ ഏറ്റവും കുറഞ്ഞ മാർക്കാണ് നോക്കുക അല്ലേ. 30% മാർക്ക്, 80ൻ്റെ 30% എത്രയാണ്? 24. 24 മാർക്ക് നിങ്ങൾ എഴുതിയിട്ട് സ്കോർ ചെയ്യണം. ഡൗട്ടാണ് എല്ലാവരും. ഈ 20 മാർക്ക് സി കിട്ടി, അതിൻ്റെ കൂടെ 4 മാർക്ക് കിട്ടിയാൽ പാസ്സായോ? ഇല്ല, അത് പാസ്സാവില്ല. ഓക്കെ, അപ്പോൾ എത്ര മാർക്ക് വേണം? 80ൽ 24 മാർക്ക് എഴുതിയിട്ട് തന്നെ കിട്ടണം. ഓക്കെ ആണല്ലോ. 24 മാർക്ക് 80ൽ കിട്ടുകയും ചെയ്യണം. അതേപോലെ തന്നെ എന്ത് വേണം? 100ൽ 30 മാർക്കും വേണം. ഓക്കെ, 100ൽ 30 മാർക്ക് വേണം. കാരണം 100ൻ്റെ 30% 30. ക്ലിയർ ആണല്ലോ? യെസ്. സോ നിങ്ങൾ ഏത് എക്സാമിൽ പാസ് മാർക്ക് കിട്ടുന്നത് എന്താണ്? 24 മാർക്ക് വേണം. ഇനി നമുക്ക് ഡബിൾ പാസ് എന്ന് നോക്കാം. +1 കുട്ടികൾക്കുള്ള ഒരു കോൺസെപ്റ്റാണ് ഡബിൾ പാസ്. ഓക്കെ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പാസ് എന്നാണ് ഇതിന് +2 ലെവലെത്തുമ്പോൾ പറയാൻ. ഡബിൾ പാസ് ആണ്. നിങ്ങളിപ്പം നമ്മൾ പാസ് മാർക്ക് എത്രയാണല്ലോ? 24 മാർക്ക് പാസ് മാർക്ക് എന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? യെസ്. നിങ്ങൾ എഴുതിയ പരീക്ഷയിൽ 80 മാർക്ക് എഴുതിയ പരീക്ഷയിൽ ഈ വർഷം തന്നെ +1ൽ 24 മാർക്ക് വാങ്ങി. അതേപോലെ തന്നെ +2ൽ എത്ര മാർക്ക് വേണം പാസ്സാവാൻ? 24 മാർക്ക് വേണമല്ലോ. ആ 2 മാർക്ക് കൂടി നിങ്ങൾ ഈ വർഷം തന്നെ വാങ്ങി. 48 മാർക്ക്. 48 മാർക്ക് ഈ വർഷം +1 വാങ്ങിയെന്ന് അർത്ഥം. എന്താ അതിൻ്റെ അർത്ഥം? +2 എക്സാം നിങ്ങൾ ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്താൽ മതി. 0 മാർക്കായാലും കുഴപ്പമില്ല. കാരണം ഈ പ്രാവശ്യം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 48 മാർക്സ് കിട്ടി. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ എന്ത് പാസ്സായി? +1ഉം +2ഉം പാസ്സായി. ഡബിൾ പാസ്സായി എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 2 പാസ് മാർക്കും കിട്ടി ഒരു എക്സാമിൽ തന്നെ, +1 എക്സാമിൽ തന്നെ. അപ്പോൾ നിങ്ങൾ +2 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. എൻ്റെ ആവശ്യമില്ല, ഫെയിൽ ആവുമെന്നുള്ള ടെൻഷൻ വേണ്ട. സോ ഡബിൾ പാസ് +1 വാങ്ങിക്കാൻ നിങ്ങൾക്ക് +2 വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്കോർ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ, ഫുള്ളായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റ് പാസ്സാണെങ്കിൽ 200 മാർക്കിൽ അല്ലേ? കാരണം ഒരു വർഷം 80, 20, +1ൽ 80 + 20 എത്രയായി? 100 മാർക്സായി. നെക്സ്റ്റ് വർഷം എന്താണ്? 80 + 20 100 മാർക്സ്. അപ്പോൾ മൊത്തം 200 മാർക്സിലാണ് സ്കോർ നോക്കുന്നത്. ഓക്കെ ആണല്ലോ? 200 മാർക്സിൽ എത്ര വേണം? 48 എഴുതി തന്നെ വാങ്ങണം. ക്ലിയർ ആണല്ലോ? 48 മാർക്സ് എഴുതി മാത്രം വാങ്ങിയാൽ മാത്രമേ എന്താവുള്ളൂ? പാസ്സാവുള്ളൂ. +1 +2 രണ്ടും കൂടി കൂട്ടിയിട്ട് 48 മാർക്സ് എഴുതിയത് മാത്രം സി കൂട്ടാണെങ്കിൽ സി കൂട്ടാണ്ട് 48 മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എന്താവുള്ളൂ? ഹയർ സെക്കൻഡറി പാസ്സാവുള്ളൂ. ക്ലിയർ ആണെന്ന് തോന്നുന്നല്ലോ? പാസ് മാർക്ക് സി മാർക്ക് കൂട്ടാതെ നിങ്ങൾ 80 മാർക്ക് എഴുതി നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം? 24 മാർക്ക് വേണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം. +1ൽ നിങ്ങൾക്ക് ഇപ്പം സപ്പോസ് ശ്രദ്ധിക്കാം, +1ൽ നിങ്ങൾക്ക് ഇപ്പം 80ൽ 22 മാർക്കായി. 80 22 കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ടീച്ചർമാരും ബാക്കിയുള്ളവർ ചിലപ്പോൾ എന്താ നിങ്ങൾ ഫെയിലായി എന്ന് പറയും. പക്ഷേ ശരിക്കും നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടോ? ഇല്ല, ഫെയിൽ ആയിട്ടില്ല. +2 എന്ത് വാങ്ങിയാൽ മതി? ഈ 24 +1 +2 പാസ്സാവേണ്ട 24 അതിൻ്റെ കൂടെ ഇവിടെ എത്ര മാർക്ക് വന്നത്? ഇവിടെ -2 ആണ് ആയിപ്പോയത്. അപ്പോൾ എന്താക്കാം? ഇവിടെ +2 ആക്കുക. എത്ര മതി? 26 മാർക്സ് വാങ്ങിയാൽ നിങ്ങൾ എന്തായി? പാസ്സായി. അപ്പോൾ നിങ്ങൾ +1 ഫെയിൽ ആയി എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ അതേപോലെ +2 നിങ്ങൾ അയച്ചോ. +1ൽ നിങ്ങൾക്കിപ്പം 28 മാർക്ക് കിട്ടി. അപ്പോൾ എത്ര മാർക്ക് അധികമായി? ഇവിടെ +4 ആയി. അപ്പോൾ നിങ്ങൾക്ക് എന്താ മതി? +2 പഠിക്കണമെങ്കിൽ +2 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാൽ മതി? 24ന് എത്ര 4 കുറച്ച് 20 മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല. കാരണം എന്താവും? 28 + 20 എത്രയായി? 48 നിങ്ങൾക്ക് പാസ് മാർക്ക് എഴുതിയിട്ട് കിട്ടി. ശ്രദ്ധിക്കണം, A+ നോക്കും. പക്ഷേ പാസ് മാർക്ക് നോക്കില്ല, സി മാർക്ക് എന്തില്ല നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാനാണ് പാസ് മാർക്ക് നോക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? യെസ്. സോ അത് എല്ലാവർക്കും ക്ലിയർ ആയി തോന്നുന്നു. നിങ്ങൾക്ക് ബാക്കി ഗ്രേഡ്സ് നോക്കണമെങ്കിൽ ഇതാണ് ഗ്രേഡ് സിസ്റ്റം വരുന്നത്. 100 മാർക്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നത് അതാണ് ഗ്രേഡ്. ഓക്കെ ആണല്ലോ? യെസ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി തോന്നി. ഇതിനെ പറ്റിയുള്ള വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിക്കാം. +1 അതേപോലെ +2യുടെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഫാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ആണല്ലോ? യെസ്. സോ അത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.